സാധാരണ മനുഷ്യ മനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോകം, സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ലോകം. അതീന്ദ്രിയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തി പിന്നെ അതീന്ദ്രിയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹലോ എവരിവൺ, ഇന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹിമാലയൻ മാസ്റ്റർ അഷ്റഫ് സാറാണ്. നമസ്കാരം മാസ്റ്റർ. ഞാനിന്ന് ചോദിക്കുന്നത്, എല്ലാവരും അതീന്ദ്രിയം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അല്ലെ? പലർക്കും അതിന്റെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്, അത് എന്താണെന്ന് അറിയില്ല. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തില് എങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും? അതീന്ദ്രിയ സബ്ജക്റ്റുകൾ ഇതൊരു നിർണായകമായ ചോദ്യമാണ് അല്ലെ? ഒരു നിർണായകമായ ചോദ്യമാണ്. അതീന്ദ്രിയ സബ്ജക്റ്റുകൾ ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ തന്നെ എനർജി വേൾഡാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതീന്ദ്രിയ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയാതീതമായ ഒരു ലോകം, ഒരു വർണ്ണനാതീതമായ ലോകം, സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ലോകം, സാധാരണ മനുഷ്യ മനസ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോകം, അനുഭവിച്ചറിയുക മാത്രമായ ഒരു ലോകം. ഓൺലി പെർസെപ്ഷൻ സാധ്യമാണ്, നിർവചിക്കുക സാധ്യമല്ല, ഒരു എക്സ്പ്ലനേഷൻ സാധ്യമല്ല, അനുഭവിക്കുക മാത്രമേ അതിന് വഴിയുള്ളൂ. അങ്ങനെ ഒരു വേൾഡ് എനർജി വേൾഡാണ്. അപ്പോൾ ആ എനർജി വേൾഡിനെ ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഉപയോഗിക്കപ്പെടുകയാണ്. ഞാൻ സിദ്ധിയുടെ കാര്യങ്ങൾ പറഞ്ഞില്ല, അതേ അവസ്ഥയാണ് ഇവിടെ. അതീന്ദ്രിയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തി പിന്നെ അതീന്ദ്രിയം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദൈനംദിന ജീവിതത്തിലും നേരിടുന്ന പ്രതിസന്ധികളിലൊക്കെ ഇത് കയറി വർക്കൗട്ട് ആവും. നേരിടുന്ന പ്രതിസന്ധിയിൽ നിന്നല്ല, എല്ലാത്തിലും, നമ്മളുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയായാലും ഈ എക്സ്ട്രാ ഓർഡിനറി പവർ, അതായത് ഇപ്പൊ ഈ പറഞ്ഞ അതീന്ദ്രിയ ലോകം, ഈ സ്പിരിച്വാലിറ്റി, ആ വേണമെന്ന് ഉപയോഗിക്കാൻ പാടില്ല ഇതിൽ എനർജി വേൾഡിൽ, അത് ഓട്ടോമാറ്റിക് വർക്കൗട്ട് ആവും. നമ്മൾ പ്രത്യേകിച്ച് അതിന് പ്രയോഗിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം കംപ്ലീറ്റ് പോകുന്ന തരംഗ ദൈർഘ്യം വേറെയായിരിക്കും. ആ വ്യക്തിയുടെ ബോധതലത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് പോകുന്ന ചിന്താ തരംഗങ്ങൾ സാധാരണ വ്യക്തിയുടെ ആയിരിക്കുകയില്ല. അപ്പോൾ അവിടെ കീഴ്മേൽ മറിയും. ക്വാണ്ടം തിയറി പ്രകാരം എല്ലാം അനുകൂലമാകുക. നമ്മൾ എന്ത് കൊടുത്തു ആ ഗുണം അവിടെ കാണിക്കുന്നു, റിട്ടേൺ വരുന്നു. അതേ രീതി നമ്മുടെ അടുത്തേക്ക് ഭൗതികം അതിന്റെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ, അപ്പൊ ചോദ്യത്തിനുള്ള ആൻസർ, ദൈനംദിന ജീവിതത്തിൽ അതീന്ദ്രിയത്തെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സകല മേഖലകളിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അത് വേറൊരു ക്വസ്റ്റ്യൻ പ്രകാരം ഉപയോഗിക്കേണ്ട, ഉപയോഗിക്കപ്പെടുന്നു താനെ. അതായിരിക്കും ഏറ്റവും ഉചിതമായ ആൻസർ. ഓക്കെ, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. താങ്ക് യു മാസ്റ്റർ.